സിഡി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യോഗ നടപടികൾ ഇനി മുതൽ ഓൺലൈനിലും. പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ലയെന്ന നേട്ടം കാസർഗോഡിന്. ലഹരി വിരുദ്ധ ദിനത്തിൽ കാഞ്ഞങ്ങാട്ട് പാൻ മസാല വേട്ട. 6 അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ഗാന്ധി ജയന്തി ആഘോഷം. നാടെങ്ങും പരിപാടികൾ. ക്ഷേത്രസ്ഥാനികരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് മന്ത്രിസഭ ഉടൻ പരിഗണിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ആചാരസംഗമം പെരിയയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളും മണ്ണെണ്ണ വിഹിതവും വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഗുരുവനത്ത് ഭൂമി പൂജ നടന്നു. വാർത്തകൾ വിശദമായി. മദ്യ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം കുറിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും എക്സൈസ് വകുപ്പും കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശ കൂട്ടയോട്ടം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ, ബെല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ്, ഹോസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്, റെഡ് ക്രോസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്നതിനും നാടിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനും ശ്രമിക്കുന്ന മദ്യലഹരി ശക്തികൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുന്നത് തടയാൻ പുതുതലമുറയെ മാനസികമായി തളർത്തുകയാണ് മാഫിയകളുടെ ലക്ഷ്യം. ഇവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരുന്ന തലമുറയെ എങ്കിലും മോചിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ സന്ദേശം എല്ലാ തലങ്ങളിലും എത്തിക്കണമെന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പ്രധാനം. നമ്മള് മദ്യവർജന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മദ്യം വർജിക്കണമെന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിന്, വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാം അതിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ സംഘടനകൾ അതിനുവേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ്മ ഈ രാജ്യത്ത് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലമർന്ന് നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മാത്യു കുര്യൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VP ജാനകി, M ഗൗരി, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ റംഷീദ് ഹോസ്തുർഗ്,
കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, ഹോസ്ദുർഗ് CI CK സുനിൽകുമാർ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി N ഗംഗാധരൻ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് NG രഘുനാഥൻ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് റഷീദ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ D ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന യോഗ നടപടികൾ ഇനി മുതൽ പൂർണ്ണമായും ഓൺലൈനിൽ ലഭ്യമാകും. ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗ നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ല എന്ന നേട്ടം കാസർഗോഡിന് സ്വന്തമായി. പദ്ധതിയുടെ പ്രഖ്യാപനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സകർമ്മ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഡിജിറ്റൽ പ്രക്രിയയിലേക്കുള്ള ചുവടുമാറ്റം. അജണ്ട തീരുമാനിക്കുന്നത് മുതൽ യോഗ നടപടികൾ വരെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറും. ഡിജിറ്റൽ പ്രക്രിയ പഞ്ചായത്തുകളിലേക്കും ജില്ലാ ബ്ലോക്ക് നഗരസഭകളിലും ലഭ്യമാക്കും. എല്ലാ അംഗങ്ങൾക്കും ഇത് തങ്ങളുടെ മൊബൈലിലൂടെ കാണാനും കഴിയും. മുഴുവൻ പ്രാദേശിക സർക്കാരുകളും ഡിജിറ്റലൈസ്ഡ് മീറ്റിംഗ് സിസ്റ്റം ആവുന്ന ആദ്യ ജില്ല കാസർഗോഡ് എന്ന പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പ്രാദേശിക ഭരണകൂടങ്ങൾ സുതാര്യവും അഴിമതിരഹിതവുമായി പ്രവർത്തിക്കുന്നതിന് കാസർഗോഡിന്റെ പ്രവർത്തനം മറ്റു ജില്ലകളിലേക്ക് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 38 പഞ്ചായത്തുകൾ നമുക്കുണ്ട്, 6 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, നമുക്ക് ജില്ലാ പഞ്ചായത്ത്, നമുക്ക് 3 മുനിസിപ്പൽ ഭരണപ്രദേശങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ. ഈ പറയുന്ന പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന എല്ലാം ഓരോ ഗവൺമെന്റുകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അവരെ പരസ്പരം ബന്ധപ്പെടുത്താനും അവരുടെ കാര്യങ്ങളെല്ലാം അവർക്കും ലോകത്തും നമുക്കും ആർക്കും എപ്പോഴും ഇരുന്നിടത്ത് വെച്ച് അറിയാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി കാസർഗോഡ് ജില്ല മാറുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. മുഴുവൻ പ്രാദേശിക സർക്കാരുകളും ഡിജിറ്റലൈസ്ഡ് മീറ്റിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കാസർഗോഡ് ജില്ലയെ നിങ്ങളെ എല്ലാം സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കില കോഴ്സ് ഡയറക്ടർ ഡോക്ടർ JV രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ യോഗ നടപടികൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ മികവ് കാട്ടിയ കാരടുക്ക, കയ്യൂർ, ചീമേനി, അജാനൂർ പഞ്ചായത്തുകൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A ജലീൽ, സെക്രട്ടറി രാജു കട്ടക്കയം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ഗൗരി, VP ജാനകി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ഓപ്പറേഷൻ ബായുടെ ഭാഗമായി നിരോധിത പാൻ മസാലകൾ അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളായ 6 പേരെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച എക്സൈസ് അധികൃതർ നടത്തിയ റെയ്ഡിൽ 2.5 കിലോ പുകയില ഉൽപ്പന്നങ്ങളും 372 പാൻ മസാലകളുമാണ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് UP സ്വദേശികളായ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സുരേഷ്, ഡോർജിയാൻ, ഓംപ്രകാശ്, ഹരികേഷ്, സാഹിബ് ചൌഹാൻ, കാശി യാദവ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 6 കടകളിൽ നിന്നുമാണ് പാൻ മസാലകളും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UP സ്വദേശികളായ 6 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അധികൃതരുടെ നിഗമനം. സംസ്ഥാന വ്യാപകമായി ഇന്നലെ മുതൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ ഫായി എന്ന പരിപാടിയുടെ ഭാഗമായി ഇന്നലെ കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 372 പാക്കറ്റ് ഹാൻസും 2.5 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. 6 അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർന്നും ഈ പരിപാടി ഇന്നും ഉണ്ടായിരിക്കും. കേരളത്തിൽ ഇന്ന് യുവതലമുറയ്ക്ക് ഏറ്റവും ദൂഷ്യങ്ങളുണ്ടാക്കുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങൾ, ഹാൻസ്, പാൻപരാഗ് തുടങ്ങിയവ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് കൂടുതലും ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ ക്യാമ്പുകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലങ്ങളും പ്രത്യേകം നിരീക്ഷിക്കുന്നതും ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വരവ് നിയന്ത്രിക്കുകയും ഈ യുവതലമുറയെ ഈ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുകയും അവരുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഓപ്പറേഷൻ ഫായി എന്ന പരിപാടിയുടെ ഉദ്ദേശം. യുവാക്കളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് പാൻ മസാല കടകളിൽ എത്തിക്കുന്നത്. CIP ബാബു, പ്രിവന്റീവ് ഓഫീസർ ബാലകൃഷ്ണൻ, സിവിൽ ഓഫീസർമാരായ മനോജ്, രാജൻ, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്.
അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് ലക്ഷക്കണക്കിന് പാൻ മസാലകളാണ് എത്തിക്കുന്നത്. എക്സൈസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാറില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഇത്രയും നിരോധിത പാൻ മസാലകളും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തത് എന്നും ശ്രദ്ധേയമാണ്. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരുടെ ചിരകാല ആവശ്യമായ വേതനം വർദ്ധിപ്പിക്കുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും മന്ത്രിസഭ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. പെരിയയിൽ ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ആചാര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരുടെ ചിരകാല ആവശ്യമായ വേതനം വർദ്ധിപ്പിക്കുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും മന്ത്രിസഭ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പെരിയയിൽ ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ആചാര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ അംഗീകാരം സമുദായത്തിനിടയിൽ കാണും, സമൂഹത്തിനിടയിൽ കാണും, വലിയ സ്നേഹ ബഹുമാനങ്ങളൊക്കെ കാണും. പക്ഷേ അവർക്കും ജീവിക്കണം എന്നുള്ള ഒരു വിഷയം അതിൻ്റെ മറുപുറത്ത് നിൽക്കുന്നു. അതിനാവശ്യമായ സഹായം ലഭിക്കാതെ പോകുന്നു എന്നതാണ് വിഷയം. തീർച്ചയായും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം കുഞ്ഞിരാമേട്ടനോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിൽ തന്നെ അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. വിവിധ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആചാരസ്ഥാനികരുള്ളത് നമുക്ക് ഈ മലബാർ മേഖലയിൽ മാത്രമാണ്. അവർക്കെല്ലാമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഒരല്പം കൂടുതൽ കാശ് വേണം. പക്ഷെ ഇത്തരം ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് അല്പം കാശ് വേണമെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു സർക്കാരിനും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. മറ്റെത്രയോ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം മാത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. ആചാരാനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച് ജീവിതം നയിക്കുകയും ഇതര ജോലികളിൽ ഏർപ്പെടാൻ കഴിയാതെ പോകുന്ന ആചാരസ്ഥാനികർ വർഷങ്ങളായി വേതന വർധനവിനായി പ്രക്ഷോഭ രംഗത്താണ്. നിലവിൽ 800 രൂപ വേതനമുണ്ടെങ്കിലും കൃത്യമായി ലഭിക്കുന്നില്ല. ആചാരസ്ഥാനികരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന മന്ത്രിസഭയുടെ പ്രഖ്യാപനം കയ്യടികളോടെയാണ് ആചാര സദസ്സ് സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ധനകാര്യ വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തി കഴിഞ്ഞതായും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീനാരായണ കോളേജിൽ നടന്ന സംഗമത്തിൽ 100 കണക്കിന് ആചാരസ്ഥാനികർ പങ്കെടുത്തിരുന്നു. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ VPP മുസ്തഫ, ശാരദ S നായർ, കെ കുമാരൻ, കെ ചന്ദ്രശേഖര കാരണവർ, കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, പി ദാമോദര പണിക്കർ, CK നാരായണ പണിക്കർ, C രാജൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 147ാം ജന്മദിനം. വിവിധ ക്ലബ്ബുകളും സംഘടനകളുമാണ് ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. ഹോസ്ദുർഗ് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. ഹോസ്ദുർഗ് ഗാന്ധി പീസ് പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ലോക സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി പ്രതിജ്ഞയെടുത്തു. ചടങ്ങിൽ ഹോസ്ദുർഗ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ദേവസ്യ ആന്റണി, ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുമാർ, സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശൻ, വൈസ് പ്രസിഡന്റ് ദീപക് ജയറാം, ട്രഷറർ നാസർ കൊളവയൽ, കുര്യൻ, സ്റ്റീഫൻ ജോസഫ്, പവിത്രൻ, ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി സൂക്തങ്ങളടങ്ങിയ പോസ്റ്ററുകൾ പാർക്കിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ബദിര അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയകോട്ട ചന്ത ശുചീകരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്തിലെ വിവിധ ചിന്താധാരകളിൽ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് വളരെ കാലികമായ പ്രസക്തി ഉണ്ട് എന്ന് ലോകം അംഗീകരിക്കുന്നിടത്തേക്കാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ ഗാന്ധിജിയെ കൊല്ലാൻ അതിനാസൂത്രണം ചെയ്ത ഗൂഢാലോചന നടത്തിയ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികളുടെ കയ്യിലാണ് നമ്മുടെ രാജ്യഭരണം എന്നുള്ളത് നമ്മളെ ആകുലപ്പെടുത്തുന്ന കാര്യമാണ്. DV ബാലകൃഷ്ണൻ, KP മോഹനൻ, NK രത്നാകരൻ, പ്രവീൺ, M കുഞ്ഞികൃഷ്ണൻ, പത്മരാജൻ ഐങ്ങോത്ത്, അഡ്വക്കേറ്റ് ബാബുരാജ്, ഷാജി തോയമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യധാന്യങ്ങളും മണ്ണെണ്ണ വിഹിതവും വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാൻമാർക്കും മിനിമം വേതനം അനുവദിക്കുക, റേഷൻ സാധനങ്ങൾ സർക്കാർ ചെലവിൽ റേഷൻ കടകളിലെത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
റേഷൻ വ്യാപാരികളും സെയിൽസ്മാൻമാരും സമരം തുടങ്ങിയത്. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അസോസിയേഷന്റെ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു. സമരം മുൻ MLA M. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടുതരം ദാരിദ്ര്യരേഖയും അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ താഴെയും മേലെയുമായി രണ്ട് കട്ടുകളാക്കിക്കൊണ്ട് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കും. അതുകൊണ്ട് അത്തരം സമീപനം തിരിച്ചെത്തുന്നതിന് ആവശ്യമായ നടപടിയും ഉണ്ടാവേണ്ടതുണ്ട്. ആ തിരിച്ചുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നയമാണ്, ഒരു സമീപനമാണ് കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നത് തിരിച്ചാൽ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. ഞാൻ മറ്റു ദീർഘമായ വിഷയങ്ങളെ കുറിച്ച് കടന്നു പോകുന്നില്ല. ഇവിടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ. ജില്ലാ പ്രസിഡന്റ് T. തമ്പാൻ, ജില്ലാ സെക്രട്ടറി N. ഗോപി, P. കരുണാകരൻ നായർ, E. രാജേന്ദ്രൻ, KC രവി, PV സുരേന്ദ്രൻ, K. അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഭൂമിപൂജയും കുറ്റിയിടൽ ചടങ്ങും നടന്നു. ഗുരുവനത്ത് റവന്യൂ വകുപ്പ് അനുവദിച്ച സ്ഥലത്ത് കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 8 ഏക്കർ ഭൂമിയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. 25 കോടി ചെലവിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടമായി 17 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സും ചുറ്റുമതിലുമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ഭൂമിപൂജയും കുറ്റിയിടൽ ചടങ്ങും നടന്നു. പൊയിലൂർ മഹാവിഷ്ണു ക്ഷേത്രം തന്ത്രി ദിവാകര ശർമ്മ പൊനേരി ഇല്ലത്തിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രിൻസിപ്പൽ വേദപ്രകാശ് മീണ, PTA സെക്രട്ടറി M. ഗോവിന്ദൻ, V. നാരായണൻ നായർ, അഡീഷണൽ തഹസിൽദാർ നാരായണൻ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, കൌൺസിലർ CK വത്സരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിയ ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. ചടങ്ങിൽ മന്ത്രി E. ചന്ദ്രശേഖരന് സ്വീകരണം നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് പെരിയ ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന് സ്വീകരണം നൽകിയത്. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ശാരദ S. നായർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, രാജൻ, ഉഷാചന്ദ്രൻ, P. കൃഷ്ണൻ, K. കുമാരൻ, T. രാമകൃഷ്ണൻ, A. കുമാരൻ നായർ, സ്കറിയ VJ, P. കുഞ്ഞമ്പു നായർ, PK കൃഷ്ണൻ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ ചുള്ളിയത്ത് കുട്ടി ചേർന്നിരിക്കുകയാണ്. കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടിയെ ക്ഷണിക്കുന്നു. അടുത്തത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, എൻ്റെ അച്ഛൻ്റെ തറവാട് വീടുമൊക്കെ നിൽക്കുന്ന പ്രദേശം നിലയിലേതായ പ്രാധാന്യമില്ല. അതോടൊപ്പം വലിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്ന, നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന കേന്ദ്രങ്ങൾ നിലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശം എല്ലാമായി മാറിയപ്പോൾ മറ്റൊരുപാട് വികസന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നടന്നിരുന്നു. അതെല്ലാം കൊണ്ട് ഈ പ്രദേശത്തിന് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? ഈ പ്രദേശത്തെ ജനങ്ങളാണെങ്കിൽ ഒട്ടേറെ ആളുകൾ നേരിട്ട് എനിക്ക് ബന്ധമുള്ളവർ, പരിചയമുള്ളവർ ഒക്കെ ആയതുകൊണ്ടുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന്. SLC+2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. MBBSന് പ്രവേശനം നേടിയ സ്വാതി തമ്പാനെയും +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ രാഗശ്രീയെയും മന്ത്രി അനുമോദിക്കുകയുണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണം നടത്തി ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ മാതൃകയായി. സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ഇവർ ശുചീകരിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ശുചീകരണം നടത്തിയത്. തഹസിൽദാർ AK രാമചന്ദ്രൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ പരിസരം വൃത്തിയാക്കുന്ന ഒരു കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് സ്റ്റാഫ് കൗൺസിലും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരും കൂടിയാണ് ഈ പരിസരം വൃത്തിയാക്കുന്നത്. വളരെ ആത്മാർത്ഥതയോടെയാണ് എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ വളണ്ടിയേഴ്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സ്റ്റാഫ് സെക്രട്ടറി C. ഗംഗാധരൻ അധ്യക്ഷനായി. ഡെപ്യൂട്ടി തഹസിൽദാർ K. നാരായണൻ, പ്രോഗ്രാം ഓഫീസർ N. സദാശിവൻ, വില്ലേജ് ഓഫീസർ സജീവൻ, പ്രേമാവതി, ജിതിൻ, ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. തേജസ്വിനിയുടെ ഓളങ്ങളിൽ ആവേശത്തിരകൾ ഉയർത്തി ഉത്തര മലബാർ ജലോത്സവം. മന്ത്രി E. ചന്ദ്രശേഖരൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു.
ഈ വർഷത്തെ മത്സരങ്ങളിൽ അവസാനത്തേതായിരുന്നു തേജസ്വിനി എന്ന് വിളിക്കുന്ന കാര്യംകോട് പുഴയിൽ നടന്നത്. ഞായറാഴ്ചത്തെ അവധി ദിനം കാലാവസ്ഥ കൂടി അനുകൂലമായതോടെ ആയിരങ്ങളാണ് കാണികളായി തുഴച്ചിൽക്കാർക്ക് ആവേശം പകരാൻ പുഴയോരത്തെത്തിയത്. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉത്തരമലബാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റിയും ചെറുവത്തൂർ പഞ്ചായത്തും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനുള്ള സാമ്പത്തികമായ സഹായം തീർച്ചയായും DTPCക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അതിന് ആവശ്യമായ വിധത്തിലുള്ള സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്തുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വരാൻ പോകുന്ന വർഷങ്ങളിൽ കുറെ കൂടി വിപുലമായി ഇത് സംഘടിപ്പിക്കാൻ, ആകർഷകമാക്കി മാറ്റാൻ, കൂടുതൽ ക്ലബ്ബുകളെ പങ്കെടുപ്പിക്കാനും കൂടുതൽ ജനങ്ങളുടെ ആകർഷണ കേന്ദ്രമാക്കി ജലോത്സവത്തെ മാറ്റാനും ആവശ്യമായ പരിപാടികൾക്ക് നമുക്ക് രൂപം നൽകേണ്ടതായിട്ടുണ്ട്. വലിയ ഒരു കൂട്ടായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട സഹായത്തിന്റെയും സഹകരണത്തിന്റെയും കാര്യം കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കായ ആളുകളാണ് ആവേശപൂർവ്വം നമ്മുടെ തേജസ്വിനി പുഴയിലെ ഇരു കരകളിലേക്കും വൈകുന്നേരമാകുമ്പോൾ എത്തിച്ചേരുക. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും. സാധാരണഗതിയിൽ മത്സരം ഉണരുമ്പോൾ, മത്സരവേദി ഉണരുമ്പോൾ ആയിരക്കണക്കായ ആളുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും കൂടെ എത്തിച്ചേരുന്നു. അവർ വളരെ ആവേശപൂർവ്വം ഈ മത്സര വേദികളെ സജീവമാക്കത്തക്ക ഇടപെടലുകൾ നടത്തുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ചെറുവത്തൂർ പഞ്ചായത്ത്, നീലേശ്വരം നഗരസഭ, ജില്ലാ ടൂറിസം കൌൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സംഘാടക സമിതിയാണ് ഉത്തരമലബാർ ജലോത്സവത്തിന് ചുക്കാൻ പിടിച്ചത്. എം രാജഗോപാലൻ MLAയും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ നടുഭാഗം ചുണ്ടിനു വേണ്ടി തുഴയെറിഞ്ഞവരുടെ ക്ലബ്ബുകളെ ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ KP ജയരാജൻ ആദരിച്ചു. ജലഘോഷയാത്രയോടെയായിരുന്നു ജലോത്സവത്തിന് തുടക്കമിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയിലെ പങ്കാളിത്തം പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിരുന്നില്ല. കണിയാട തണൽ പുരുഷ സ്വയം സഹായ സംഘം 1ാം സ്ഥാനവും ബാലസംഘം ചെറുവത്തൂർ വില്ലേജ് കമ്മിറ്റി 2ാം സ്ഥാനവും നേടി. നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും കിരീടം. പഴയ ജലരാജാക്കന്മാരായ അഴീക്കോടൻ അച്ചാന്തുരുത്തി മഹാത്മാഗാന്ധി ട്രോഫിക്ക് മുത്തമിട്ടു. 25 പേര് തുഴയും മത്സരത്തിൽ AKG മയീച്ചയെ 2ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് അഴീക്കോടൻ കിരീടമുറപ്പിച്ചത്. 3 മത്സരങ്ങളും അങ്ങനെ 7 ഹീറ്റ്സ് ഇന്നിവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ നെട്ടായത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ സായാഹ്ന സൂര്യപ്രകാശത്താലെ ജലോത്സവത്തിന്റെ ഭാഗമായി 15 പേർ 25 പേർ തുഴയുന്ന പുരുഷന്മാരുടെ മത്സരവും വനിതകളുടെ മത്സരവുമാണ് നടന്നത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറ്റവും വാശിയോടെ നടന്നത് 25 പേർ തുഴയുന്ന വള്ളങ്ങളുടെ മത്സരമായിരുന്നു. ജലകണങ്ങൾ ചില്ലിൻ കഷ്ണങ്ങൾ പോലെ ചിന്നിച്ചിതറി തെറിപ്പിച്ചുകൊണ്ട് തുഴകൾ വായുവിൽ വട്ടം കറക്കി ആഞ്ഞു തുഴഞ്ഞുകൊണ്ട് നിർണയിച്ച ട്രാക്കിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ ഓരത്തുനിന്നും തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികൾ ചുണ്ടൻ വള്ളങ്ങളെ ആർപ്പുവിളികളോടെ പ്രോത്സാഹിപ്പിച്ചു. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് 8 വർഷങ്ങൾക്കു ശേഷം തുഴയേന്തുന്ന അഴീക്കോടൻ അച്ചാന്തുരുത്തിയുടെ ചുണക്കുട്ടികളായിരുന്നു. AKG മയിച്ച തൊട്ടു പിന്നാലെയെത്തി 2ാം സ്ഥാനക്കാരായി. പഴയ ജലരാജാക്കന്മാരോട് വീണ്ടും മത്സരിക്കാനിറങ്ങുമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട നാട്ടുകാർക്ക് അഴീക്കോടൻ എത്തിച്ചു കൊടുക്കുന്നത് ഉത്തരമലബാർ ജലോത്സവത്തിലെ മഹാത്മാഗാന്ധി ട്രോഫി. 15 പേർ തുഴയും മത്സരത്തിൽ കൃഷ്ണപിള്ള കാവുഞ്ചിറയാണ് 2ാം സ്ഥാനം നേടിയത്. വനിതകളുടെ മത്സരവും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. AKG മയിച്ച 1ാമതെത്തിയപ്പോൾ കൃഷ്ണപിള്ള കാവുഞ്ചിറ 2ാം സ്ഥാനം നേടി. സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ ജീവൻ ബാബു വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു.
ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ മറ്റു കളിവള്ളങ്ങള് AKG ന്യൂ ബ്രദേഴ്സ് മയിച്ചയും വയൽക്കര മയിച്ചയും DYFI കാര്യങ്കോടും AKG പൊരോത്തുരുത്തിയും കൃഷ്ണപിള്ള കാവുച്ചിറയും വനിതാ വിഭാഗത്തില് അത് പുരുഷ. ഗുരുവനത്ത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ സംസ്ഥാന ഗവേഷണ കേന്ദ്രം വരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഗുരുവനത്ത് മൈതാനമൊരുങ്ങി. ഗുരുവനത്ത് മോട്ടോർ വാഹന വകുപ്പിന് സംസ്ഥാന ഗവേഷണ കേന്ദ്രം അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനായി 8 ഏക്കർ സ്ഥലമാണ് ഗുരുവനത്ത് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് സബ് പാർട്ടി ഓഫീസിന് കീഴിലുള്ള വാഹന ഫിറ്റ്നസും പരിശോധനയും ഡ്രൈവിംഗ് ടെസ്റ്റും ഗുരുവനത്ത് തുടങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനായി ഇവിടെ താൽക്കാലിക മൈതാനവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവനത്ത് ആരംഭിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. കൌൺസിലർ CK വത്സലൻ അധ്യക്ഷനായി. AMV പ്രജിത്ത്, പത്മരാജൻ, MVI ഭരതൻ, MVI M വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പിലിക്കൈ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി. പ്രാർത്ഥനാ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയത്. ഉപ്പിലിക്കൈ പ്രാർത്ഥനാ പുരുഷ സ്വയം സഹായ സംഘത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുങ്ങിയത്. കാഞ്ഞങ്ങാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഭാഗീരഥി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ പലതവണ ചെറിയ ചെറിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടോ പല സാഹചര്യങ്ങൾ കൊണ്ടും അതിവിടെ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളെല്ലാം മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. വീണ്ടും കൗൺസിലർ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ കൗൺസിലർ ആയപ്പോഴും ഞാനും മിനിയും സാക്ഷേച്ചയ്ക്ക് ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് എന്തായാലും ഉപ്പിലേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണം എന്നാണ്. വാർഡ് കൌൺസിലർ മിനി അശോകൻ അധ്യക്ഷയായി. സരസ്വതി, EV വിജയൻ, അനിൽകുമാർ വാഴനൂറടി, CK വത്സൻ, P രാമകൃഷ്ണൻ നായർ, ശ്രുതിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രഗതി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ആർട്സിന്റെ നവരാത്രി സംഗീതാരാധനയും വായ്പാട്ട് വയലിൻ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടന്നു. മൗങ്കാൽ ശ്രീരാമക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം നടന്നത്. പ്രഗതി സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലാണ് നവരാത്രി സംഗീതോത്സവവും വായ്പാട്ട് വയലിൻ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടന്നത്. സുകുമാരൻ പെരിയച്ചൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച കൃഷി ഓഫീസർ ബഹുമതി നേടിയ വേണുഗോപാലിനെ ചടങ്ങിൽ ആദരിച്ചു. നോർത്ത് ചിത്താരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 55ാം വാർഷികാഘോഷം സമാപിച്ചു. മൈലാഞ്ചി ഇശൽരാവ് സംഘടിപ്പിച്ചു. നോർത്ത് ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷത്തിന് സമാപന ചടങ്ങുകൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു മാതൃകയാണ് ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്ന് നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അവരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബാണ് ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. കലാരംഗത്ത് കായിക രംഗത്ത് മാത്രമല്ല ജില്ലാടിസ്ഥാനത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് തന്നെ പ്രധാനമായ ഒരു പേരെടുത്ത ക്ലബ്ബ് എന്ന രൂപത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഏത് ക്ലബിൻ്റെയും നിലനിൽപ്പ് അവരുടെ പ്രവർത്തനത്തിൻ്റെ നല്ല വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, വേലായുധൻ കൊടവലം, A ദാമോദരൻ മടിയൻ, കാര്യമ്പു, CB അബ്ദുൽ കരീം, P ഹമീദ്, ഹസൻ യാഫ, സുബൈർ ബ്രിട്ടീഷ്, CK ആസിഫ്, നൌഫൽ CB തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാപ്പിളപ്പാട്ട് രംഗത്തെ കലാകാരന്മാർ അണിനിരന്ന മൈലാഞ്ചി ഈശൽ നൈറ്റ് 2016 സംഘടിപ്പിച്ചു. KSRTC ജീവനക്കാർക്ക് സെപ്റ്റംബർ മാസത്തെ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ധർണാസമരം സംഘടിപ്പിച്ചു. KSRTC കാസർഗോഡ് ഡിപ്പോ പരിസരത്താണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന പരിപാടി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തെ
എങ്ങനെ കമ്പനിയാക്കാം, എങ്ങനെ സ്വകാര്യവൽക്കരിക്കാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ 4 മാസം മുമ്പ് അധികാരത്തിൽ വന്ന സർക്കാരിന്റെ നയം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ ഉള്ളപ്പോൾ അതിന് മുമ്പത്തെ ഇടതുപക്ഷ സർക്കാർ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ശമ്പളം നേരാവണ്ണം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിന്നും UDF അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജീവനക്കാരും കേന്ദ്ര ജീവനക്കാർ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ നേടിയെടുത്ത ശമ്പള പരിഷ്കരണം KSRTC തൊഴിലാളികൾക്ക് മാത്രം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. KSRTC ജീവനക്കാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയും സെപ്റ്റംബർ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെതിരെയുമാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നേതൃത്വത്തിൽ സമരം നടത്തിയത്. INTUC ജില്ലാ ഭാരവാഹികളായ MV വിജയൻ, PV ഉദയകുമാർ, വേണുഗോപാലൻ, ഗംഗാധരൻ നായർ, പുരുഷോത്തമൻ, ശരത് കുമാർ, സുനിൽകുമാർ, കുഞ്ഞമ്പു, PK ഷംസുദ്ദീൻ, KC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. അടൂട്ട് പണിക്കർ വീട് തറവാട്ടിൽ കുടുംബസംഗമം നടന്നു. ചടങ്ങിൽ ജനറൽ ബോഡി യോഗവും സെമിനാറും സംഘടിപ്പിച്ചു. അടൂട്ട് പണിക്കർ വീട് തറവാട്ട് അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും കുടുംബസംഗമം നടന്നു. ചടങ്ങിൽ കലാഗവേഷണ പാഠശാല പ്രസിദ്ധീകരിക്കുന്ന ചന്ദ്രൻ മുട്ടത്തിന്റെ കുർമലെഴുത്തച്ഛൻ പുസ്തകം ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഗവർണർ S. കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സെമിനാറും സംഘടിപ്പിക്കുകയുണ്ടായി. തറവാട് പ്രസിഡന്റ് KT കരുണൻ അധ്യക്ഷനായി. വത്സൻ പിലിക്കോട് വിഷയാവതരണം നടത്തി. ചന്ദ്രൻമുട്ടത്ത് N. പവിത്രൻ, കൂർമൽ തറവാട് കാരണവർ K. ദിവാകരൻ, ഹരിഹരൻ, K. കുമാരൻ, A. മുരളി, ബാലൻ, കണ്ണൻ വല്ലത്തുവളപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഗൾഫ് റിട്ടേണീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഹോസ്ദുർഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഗൾഫ് റിട്ടേണീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഹോസ്ദുർഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K. രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് മഹ്മൂദ് KP അധ്യക്ഷനായി. ഡോക്ടർ KG പൈ ആദ്യ തുക നിക്ഷേപിച്ചു. സംഘം സെക്രട്ടറി പ്രഭാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. PP സുന്ദരൻ, FG ജയൻ, EV കൃഷ്ണ പൊതുവാൾ, മുഹമ്മദ് ഷാഫി, മോഹൻദാസ്, PP കോരൻ, രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വയോജന ദിനത്തിൽ വയോജനങ്ങൾക്ക് ആദരമർപ്പിച്ച് സദ്ഗുരു പബ്ലിക് സ്കൂളിലെ കുട്ടികൾ. വയോജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. ലോക വയോജന ദിനം സദ്ഗുരു പബ്ലിക് സ്കൂളിലെ കുട്ടികൾ വയോജനങ്ങൾക്കൊപ്പമായിരുന്നു ആചരിച്ചത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ആഹ്ലാദകരവും ആശ്വാസവുമേകുന്നതായി മാറി ഈ കുട്ടികളുടെ കൂട്ടായ്മ. ജീവിതാനുഭവങ്ങൾ വൃദ്ധജനങ്ങൾ പങ്കുവച്ചപ്പോൾ കുട്ടികൾക്ക് വിസ്മയകരമായ അനുഭവമായി അത് മാറി. സദ്ഗുരു പബ്ലിക് സ്കൂൾ ചെയർമാൻ ശ്രീധർ കാമത്ത് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ രമാനാരായണൻ അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പൽ നിഷ ലക്ഷ്മണൻ, രാജേഷ് കുമാർ, സതി ദിവാകരൻ, ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യോഗ നടപടികൾ ഇനി മുതൽ ഓൺലൈനിലും. പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ലയെന്ന നേട്ടം കാസർഗോഡിന്. ലഹരി വിരുദ്ധ ദിനത്തിൽ കാഞ്ഞങ്ങാട്ട് പാൻ മസാല വേട്ട. 6 അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ഗാന്ധി ജയന്തി ആഘോഷം. നാടെങ്ങും പരിപാടികൾ. ക്ഷേത്രസ്ഥാനികരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് മന്ത്രിസഭ ഉടൻ പരിഗണിക്കുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ആചാരസംഗമം പെരിയയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളും മണ്ണെണ്ണ വിഹിതവും വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഗുരുവനത്ത് ഭൂമി പൂജ നടന്നു.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.